ഇങ്ങോട്ട് കേറാൻ പറ്റേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് കേറിയാ മതി. നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നിങ്ങൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. നിങ്ങൾക്ക് ഇത് എന്താ പറ്റിക്കണ്? എന്റെ കൂട്ടുകാരനെ എയർപോർട്ടിൽ കൊണ്ടാക്കാണ്ട് എന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്. എയർപോർട്ടിൽ കിട്ടിയതാ? അല്ല, ലഗേജ് ഇറക്കി വെക്കുമ്പോഴേ ബൗക്കി പോണതാ. ഇങ്ങോട്ട് കേറാൻ പറ്റേ? നിങ്ങളൊരു വീടിന്റെ ഉള്ളിൽ ഇട്ട് തല്ലി ചതക്കണ വീഡിയോ കുറെ ആൾക്കാരെ അയച്ചു തരുന്നത്. അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. ഒരു റൂമിലിട്ടിട്ട് 4-5 ആൾക്കാർ വളഞ്ഞിട്ട് തല്ലണ വീഡിയോ അല്ലേ? ആ അതന്നെ, അതിലൊരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. അത് ഏടി പറഞ്ഞിട്ട് നിങ്ങള് തല്ലാണ്. എടി അത് ആ ഏ അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന് പറയും. അതായത് നമുക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കൊണ്ട് ഇട്ട് കൊടുത്താൽ അവര് അതുപോലൊരു സാധനം വീഡിയോക്കിയിരിക്കണ്ടിട്ട് വരും. അതാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി കേരളത്തിലല്ലേ, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കാലിഫോർണിയയിലോ അമേരിക്കൻ ജംഗ്ഷനിലോ ഏതേലും തട്ടുകടയിലിരുന്ന് മുഖ്യമന്ത്രി പരിപ്പ് വടിയും ചായയും കുടിച്ചിരിക്കുന്ന വീഡിയോ ഇങ്ങോട്ട് അയച്ചു തരും. അതാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്. പക്ഷേ ആ പെണ്ണിന് മുഖം നല്ല പരിചയമുണ്ട്. എവിടെയൊക്കെ വെച്ച് കണ്ട പോലെ തോന്നുന്നുണ്ട്. പരിചയമുള്ളവരെ മാത്രല്ല, പരിചയമില്ലാത്തവരെ വരെ വീഡിയോ AI ഉണ്ടാക്കി തരും. നിന്റെ വീഡിയോ വരെ AI ഉണ്ടാക്കി തരും. ആണോ? നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലത്തെ വീഡിയോ ഉണ്ടാക്കി തരുമോ? എന്ത് പറഞ്ഞാലും AI ഉണ്ടാക്കി തരും. അതുപോലെ AI ഉണ്ടാക്കിയ വീഡിയോ ആണ് ഇത് ഇന്നലെ കണ്ടത്. അതും ഞാനുമായിട്ട് യാതൊരുവിധ ലൗകിക ബന്ധമില്ല. അപ്പൊ ഈ കപ്പിൾസ് എന്നും പറഞ്ഞ് കാറിൽ പാർക്കിലൊക്കെ ഇരുന്ന് ഓരോരുത്തർ കാട്ടിക്കൂടുന്ന വീഡിയോ എന്താ സംശയം? അതൊക്കെ 22 ക്യാരറ്റ് മിസ്റ്റർ ക്ലിയർ AI അല്ലേ? അപ്പൊ ഞാൻ ആ കണ്ടത് ആയിരുന്നല്ലേ? ഞാൻ നിങ്ങളെ സംശയിച്ചു പോയി. എന്നോട് ക്ഷമിച്ചാള്. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിലും അനക്ക് എന്നോട് ഇത്തിരി സംശയം കൂടുതലാണ്. അപ്പൊ ഈ സരോജൻ പാർക്കിൽ വീഡിയോ എന്ന് പറഞ്ഞ് ഇറങ്ങണതൊക്കെ എന്താ സംശയം? എന്നോടല്ലേ ഞാൻ പറഞ്ഞേ, സരോജം പാർക്കും ഒക്കെ AI. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അമേരിക്കൻ ജംഗ്ഷനിൽ.